വളരെ ടേസ്റ്റിയും അതുപോലെ വളരെ ഡിഫറൻറ്റുമായിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് ഒരു കോഴിക്കോട് സ്പെഷ്യലാണ്. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ചിക്കൻ കൂട്ടാണ് തയ്യാറാക്കേണ്ടത്. ഈ കൂട്ട് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്കൊരു വലിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്തൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. സവാള അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വലിയ പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ള് ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് ചിക്കൻ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് ഉടച്ചെടുത്തതാണ് ചേർത്തത്. ഇതിനൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ചിക്കനിലേക്ക് നമ്മൾ മസാലപ്പൊടിയൊക്കെ നല്ലതുപോലെ പിടിച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടെ തൂവിയിട്ട് ഒന്ന് വേവിച്ചിട്ട് മാറ്റി വെക്കാം. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട്. മല്ലിയില എത്രയും വേണ്ട എന്നുള്ളവർക്ക് ഇത് കുറച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ഞാനിതിലേക്ക് കറിവേപ്പില ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് ബാക്കിയുള്ളത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഗരം മസാല, അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അല്പം വെള്ളവും 2 കോഴിമുട്ടയും ചേർത്ത് ഒരു ബാറ്റർ തയ്യാറാക്കണം. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കലക്കിയിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ദോശ ബാറ്ററാണ് ഉണ്ടാക്കേണ്ടത്. സാധാരണ നമ്മൾ മൈദദോശ ചുടുമ്പോൾ ലൂസായിട്ടാണ് കലക്കുന്നത്. ഇതിന് വേണ്ടി നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ളതാണ് തയ്യാറാക്കേണ്ടത്. ആവശ്യമുണ്ടെങ്കിൽ അല്പമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കട്ടിയുള്ള ബാറ്റർ തയ്യാറാക്കുക. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇത് വെച്ച് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇതിനായി ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് ബാറ്റർ പൊങ്ങി വരില്ല. ഒരു 2-3 കയ്യിൽ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചെറുതായി ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. കുറച്ച് കട്ടിയുള്ള ദോശയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് 2-3 കയ്യിൽ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ കൂട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. തീ കൂടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ തൂമാണ് സ്പ്രെഡ് ചെയ്യുന്നത്.
ഇതൊന്ന് നമ്മുടെ ചിക്കൻ കൂട്ട് മുഴുവനായിട്ടും കവർ ചെയ്യുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തൂമുണ്ടാക്കുന്ന വീഡിയോ മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ട്, അറിയാത്തവർ അതിൽ പോയിട്ട് കാണാം. ഇനി ഞാൻ ഒരു 3-4 സ്ലൈസ്ഡ് ടൊമാറ്റോസ് ഇതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ വെച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിൽ ഇനി ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മളിത് കഴിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു ഡിഷുമാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മറ്റൊരു ഡിഷുമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ കാണാം.